ടിക്കറ്റ് എന്ത് ഏരിയയില് കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? മംഗളവനം ബേർഡ് സാങ്ച്വറി. മംഗളവനം ബ്യൂട്ടിഫുൾ. ലിപ്സ്റ്റിക് ഇടാൻ പ്രൊമോട്ട് ചെയ്യുന്ന അമ്മായിയമ്മ. ഏത് ബ്യൂട്ടി പാർലറാ? ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ചെറുപ്പം മുതലേ കാരണം പറ്റുന്നൊരു ഭംഗിയിട്ട് കോലമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടീഷ്യന്റെ ആവശ്യമില്ല. ഹായ് ബാബി, കുട്ടിയാന. വാവ്, ഒരു കുട്ടിയാന, വേറെ കുട്ടിയാന, ഒരു കുട്ടിയാന. അടുത്ത സ്പോട്ട് വന്ന് ഏർമാടം. ഭാവി വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അടച്ചിട്ടിക്കണ ഗൈസ്. ഏർമാടത്തിൽ കയറാൻ പറ്റില്ല. 1 monkey 2 monkey 3 monkey. ഹായ് മങ്കി. എല്ലാം കയറിയിരിക്കുന്നു ഗൈസ്. ഇതാണ് സ്ഥലം. ബ്യൂട്ടിഫുൾ മരം ഗൈസ്. നമ്മൾ മരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. അതല്ലാണ്ട് ഇവിടെ രോസാതനയുമില്ല ഗൈസ്. ആകെ കൂടി ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ചുറ്റും കഴിഞ്ഞി എല്ലാം കഴിഞ്ഞി. ഇതന്നെ ഉള്ളൂ. കുറെ മരങ്ങളും കപ്പിൾസിന് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പോട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഒഴിവായി കിടക്കണത് അല്ലേ ഭാബിയെ? യെസ്. അല്ല, നിങ്ങൾ ഇതൊക്കെയാണ് ഗായ്സ് ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത്. ആകെ കൂടി കാണാനുള്ളൊരു ഏർമാടായിരുന്നു. അത് നമുക്ക് കയറാനും സമ്മതിക്കണില്ല. ഇങ്ങൊന്നും നമ്മൾ വിടരുത്. മരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. എന്താ ബാബിയെ? അത് കേട്ടിട്ട് ആ നസ്രി ഒരു സ്ഥലത്ത് പോയിണ്ട് വാ പോവാന്ന് പറയാം. പിറ്റേ ദിവസം കമന്റ്സിന് ചാകര. ഇത്രയും പ്രകൃതി രമണീയമായ ഈ 1/2 ഏക്കറിൽ കിടക്കുന്ന സ്ഥലം. വാവ്, സൂപ്പർ. ഇവിടെ തുടക്കവും അതിന്റെ പിന്നിൽ ഒടുക്കവുമാണ് ഗൈസ്. ബൈനാക്കുലർ ആയിട്ട് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് എല്ലാരും കിടക്കാൻ പാടുള്ളൂ. ഇത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണത് ബേർഡ് സാങ്ച്വറി അല്ലേ, മംഗളവനം ബേർഡ് സാങ്ച്വറി. മംഗളവനം ബേർഡ് സാങ്ച്വറിയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സൂവോ മ്യൂസിയോ കൺസെപ്റ്റിൽ വരരുതായിരുന്നു. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണ ബേർഡ് വാച്ചിങ് ആണ്. ബേർഡ് വാച്ചിങ്ങിൽ നമുക്ക് ആകെ കിട്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പക്ഷികളെ നിങ്ങൾ നിരീക്ഷിക്കുക. അതിനാണ് നിങ്ങൾ ആ ടിക്കറ്റ് എടുത്ത്. ടിക്കറ്റ് എന്ത് അത് നിങ്ങളോട് ആരോടെ കളയാൻ പറഞ്ഞു? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. താല്പര്യമുള്ളവരേ ഉള്ളൂ. താല്പര്യമില്ലാത്തവര് താല്പര്യമില്ലാണ്ട് ഇതിന്റെ ഉള്ളിൽ കയറുക. ഇപ്പൊ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഞാൻ കാണിച്ചു തരട്ടെ. ഇതിൽ 80% ബേർഡ് വാച്ചിങ് അറിയാത്തവരായിരിക്കും എന്ന് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. ഞാൻ വെറുതെ കണ്ടില്ല, നിങ്ങളോട് വന്ന് പറഞ്ഞില്ലേ? അപ്പൊ താല്പര്യമില്ല. എന്തുകൊണ്ടാ കാണാഞ്ഞത്? എത്ര മിനിറ്റ് ആയി പോയിട്ട്? എനിക്ക് കണ്ണടക്കാത്ത. അല്ലല്ല, എത്ര മിനിറ്റ് ആയി? അല്ലല്ല, എത്ര മിനിറ്റ് ആയി പോയിട്ട്? സമയം ഏകദേശം ഒരു അതായത് ഒരു ബേർഡ് സാങ്ച്വറി കയറിയിട്ട് 10-15 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ബേർഡ്സിന് ഒരിക്കലും കാണാൻ പറ്റില്ല. മനസ്സിലായി? ബേർഡ്സിനെ കാണണമെങ്കിൽ ബേർഡ്സ് നിൽക്കുന്ന സ്ഥലത്ത് ആദ്യം ബേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യണം, തിരിച്ചറിയാം. എന്ന് വെച്ചാൽ സൗണ്ട് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന് സ്വയമേ, അതായത് ബേർഡ് സാങ്ച്വറിയിലായാലും ബൈനോക്കുലർ എടുത്തോ എന്ന ക്യാമറ എന്ന ആപ്ലിക്കേഷൻ, അതൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള താല്പര്യം കൊണ്ട് വരുന്ന ആൾക്കാരിൽ അതായത് ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ലാണ്ട് ഇവിടെ അതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. 10 രൂപയ്ക്ക് നമ്മളിതൊക്കെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തോന്നണ്ട. 10 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങാം. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇതാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബേർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. മെർലിൻ ബേർഡ് ID ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ സൗണ്ട് ഐഡന്റിഫൈ, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കിളികളുടെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? എല്ലാ ബേർഡിന്റെയും സൗണ്ട് നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ. ഇത് വെച്ചാൽ കിട്ടും. കാരണം ഇവിടെ ഹിയറിംഗ് കാണിക്കും. നേരെ ബേർഡിനെ ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ഫിഗർ ഔട്ട് ചെയ്ത് കാണിച്ചില്ലേ ലിസ്റ്റ് കണ്ട. ഇത് കംപ്ലീറ്റ്ലി ഇവിടെ ഉള്ള ബേർഡ്സാ. ഈ ബേർഡ്സ് ഇവിടെ 54 ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു. എല്ലാതും ഉണ്ട്. ഇപ്പൊ ഫുഡൊന്നുമില്ല ഇവിടെ. ഇവിടെ ഫുഡ് കയറ്റിയാൽ നമ്മൾ ഫൈൻ അടിക്കും. അത് വേറെ ആയിരിക്കും. പ്ലാസ്റ്റിക് കയറ്റിയാൽ അപ്പോഴും ഫൈൻ അടിക്കും. കാരണം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയ. പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയയിൽ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്?
അപ്പൊ താങ്ക് യു ഫോർ യുവർ ഇൻഫോർമേഷൻ. ഓക്കെ, എല്ലാവരും ഇതൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ വരിക. ദുരുപയോഗപ്പെടുത്തരുത്. ഗൈസ്, ദിസ് ഈസ് ദ പ്ലാസ്റ്റിക് ഫ്രീ സോൺ. ഓക്കെ, പ്ലാസ്റ്റിക് നിരോധിത മേഖല. എങ്ങനെ ഇരിക്കണം? അപ്പൊ കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇന്നത്തെ കലാപരിപാടി.